أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما لكم لا تناصرون بل هم اليوم مستسلمون وأقبل بعضهم على بعض يتساءلون قالوا إنكم كنتم تأتوننا عن اليمين قالوا بل لم تكونوا مؤمنين وما كان لنا عليكم من سلطان بل كنتم قوما طاغين فحق علينا قول ربنا إنا لذائقون فأغويناكم إنا كنا غاوين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1543 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 25 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما لكم لا تناصرون بل هم اليوم مستسلمون وأقبل بعضهم على بعض يتساءلون قالوا إنكم كنتم تأتوننا عن اليمين قالوا بل لم تكونوا مؤمنين وما كان لنا عليكم من سلطان بل كنتم قوما طاغين فحق علينا قول ربنا إنا لذائقون فأغويناكم إنا كنا غاوين. صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 25 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഏത് അവസ്ഥയിലാണ് ഉണ്ടാവുക എന്നത് ഒരു വളരെ ഫലപ്രദമായ ഒരു വിവരണത്തിലൂടെ അല്ലാഹു കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിൽ ഒരു ചിത്രം നൽകുകയുണ്ടായി. അതിനെക്കുറിച്ച് മനുഷ്യര് മരിച്ച് മറമാടപ്പെട്ടതിന് ശേഷം അവരുടെ ശരീരമൊക്കെ ദ്രവിച്ചു പോവുകയും അസ്ഥികള് നുരുമ്പി പോവുകയൊക്കെ ചെയ്തതിന് ശേഷവും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യം വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകളെ അത് എങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ സംഭവിക്കുക എന്ന കാര്യം വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരച്ചിടുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അള്ളാഹു അതിനെക്കുറിച്ച് പറയുകയുണ്ടായത് ഫഇന്നമാ ഹിയ സജറത്തും വാഹിദ, അതൊരൊറ്റ ഘോര ശബ്ദമാണ്, ഒരു അത്യുഗ്രൻ ശബ്ദം മാത്രമാണ്. ഫൈദാഹും യൻളുറൂൻ, അപ്പോഴത് അവരെല്ലാവരും പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് വീഴ്ച നോക്കുന്നവരായി. എന്തൊക്കെയായിരുന്നോ അവർ നേരത്തെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ അങ്ങനെ നോക്കി കാണുന്നവരായിട്ട്
രംഗത്തെത്തിയിട്ടുണ്ടാകും. എന്നിട്ട് അവര് പറയുന്നത് അവരൊട്ടും പ്രതീക്ഷിക്കാത്തതും തീരെ കാത്തിരിക്കാത്തതുമായ ഒരു കാര്യമാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ പ്രതികരണം യാ വൈലന ആദാ യൗമുദ്ദീൻ, ഇതാണല്ലോ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്, വിധി തീർപ്പിന്റെ നാള്, ദൈവിക വ്യവസ്ഥ അല്ലെങ്കിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന ആ നാള്, അതാണല്ലോ സംജാതമായിരിക്കുന്നത് എന്നത് ഒരു ഞെട്ടലോട് കൂടിയാണ് അവര് അതിനോട് പ്രതികരിക്കുക. അപ്പൊ അവര് കേൾക്കേണ്ടി വരുന്ന ഒരു കാര്യം ഹാദാ യൗമുൽ ഫസ്ലിൽ ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന ആ കാര്യങ്ങളിൽ വിധി തീർപ്പുണ്ടാവുന്ന, ഒരു വേർതിരിക്കൽ ഉണ്ടാവുന്ന ഒരു ദിവസം, അതാണിത് എന്നാണ് അവർ കേൾക്കേണ്ടി വരിക. തുടർന്ന് നിർദ്ദേശിക്കപ്പെടുന്നത് വശ്റുൽ ലദീന ളലമൂ വഅസ്വാജഹും, ഈ അക്രമകാരികളെയും അവരുടെ കൂട്ടാളികളെയും അവര് ഇബാദത്ത് ചെയ്തിരുന്നത് ആരെയാണോ അവരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുക. അള്ളാഹുവിന് പുറമെ അവര് ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരെയൊക്കെ ആരാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെയും വിളിച്ചു കൂട്ടുക, ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് ഫഹ്ദൂഹും ഇലാ സിറാത്തുൽ ജഹീം, അവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോവുക എന്നാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. ആ ഘട്ടത്തിലാണ് അവരെ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് അള്ളാഹു അങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന മലക്കുകളോടായിട്ട് നിർദ്ദേശിക്കുന്നത് വഖിഫൂഹും, ഒന്ന് അവരെ നിർത്തൂ, തടഞ്ഞു നിർത്തൂ ഒരല്പനേരം. ഇന്നഹും മസ്ഊലൂൻ, അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അവര് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടതുണ്ട്, അതിനായിട്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തപ്പെടുന്ന ഒരു കാര്യവുമാണ് ആ ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ നോക്കുക, അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. മാലക്കും ലാ തനാസറൂൻ, അവരോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം ഇതാണ്. വേറെയും പലതും ഉണ്ടാവും, ഇവിടെ ഈ കാര്യമാണ് പറയുന്നത്. മാലക്കും ലാ തനാസറൂൻ, നിങ്ങൾ എന്താ ഇന്ന് പരസ്പരം സഹായിക്കുന്നവരാകുന്നില്ല? ഭൂമിയിൽ നിങ്ങൾ വലിയ ചങ്ങാത്തൊക്കെ ആയിരുന്നല്ലോ, ഇവിടെ എന്താ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹായം വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ സഹായത്തിനായിട്ട് രംഗത്ത് വരികയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ബൽ ഹുമുൽ യൗം മുസ്തസ്ലിമൂൻ, ഇന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരിന്ന് പത്തി മടക്കിയ അവസ്ഥയിലാണ്, എല്ലാ നിലക്കും കീഴ്പ്പെട്ട അവസ്ഥയിലാണ്, സ്വയം സമർപ്പിച്ച അവസ്ഥയിലാണല്ലോ അവരുള്ളത്. ഇത് രണ്ട് ആളുകൾ പറയുന്ന വിധത്തിലാണ് ഇതിന്റെ ശൈലി. മാലക്കും ലാ തനാസറൂൻ എന്നത് ഈ കുറ്റവാളികളെ, ഈ ലാലിമുകളെയും അവരുടെ അസ്വാജിനെയും അവരുടെ മഅബൂദുകളായിട്ട് അവർ കൊണ്ടുനടന്നിരുന്ന അവരുടെ ആലിഹത്തുകളെയും ഒക്കെയായിട്ട് അവരെ നരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മാലക്കും ലാ തനാസറൂൻ, ഇന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹായിക്കുന്നില്ലേ? എന്തു പറ്റി? ഭൂമുഖത്ത് നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ഈ മഅബൂദുകളിൽ നിന്ന് സഹായം തേടിയിരുന്നു, നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് ആരാധനകൾ അർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. പിന്നെ നിങ്ങൾ പരസ്പരം തന്നെയും വലിയ സഹായം ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണല്ലോ. നിങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്, വിജയിപ്പിക്കുന്നതിനൊക്കെ വല്ലാത്ത സഹകരണവും സഹായവും ഒക്കെ ആയിരുന്നല്ലോ. ഇവിടെ എന്തേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം ചെയ്യുന്നില്ലേ? എല്ലാവരും തനിച്ചാണല്ലോ കാര്യങ്ങളെ നേരിടുന്നത്. എന്താണ് ഇവിടെ നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത്? മാലക്കും ലാ തനാസറൂൻ, നിങ്ങൾ എന്തേ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമൊന്നും നൽകുന്ന വിധത്തില് ഒരു ഇടപെടലും കാണുന്നില്ലല്ലോ. നിങ്ങൾ ഈ ആരാധ്യന്മാരോട് ഒന്നും ചോദിക്കുന്നില്ല, അവര് നിങ്ങൾക്കായി ഒന്നും ചെയ്യാൻ വേണ്ടിയോ സഹായിക്കാൻ വേണ്ടിയോ ഒന്നും മുതിരുന്നുമില്ലല്ലോ. അങ്ങനെ യാതൊന്നും കാണുന്നില്ല. ബൽ ഹുമുൽ യൗം മുസ്തസ്ലിമൂൻ,
ഇത് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആരോ പറയുന്ന വിധത്തിലാണുള്ളത്, അല്ലെങ്കിൽ ഒന്നുകിൽ അള്ളാഹു തന്നെ പറയുന്ന ഒരു രീതിയിലാണ് അത് കാണാൻ കഴിയും. ഒരു തേർഡ് പേഴ്സണിൽ അവരെ പ്രതിപാദിക്കുന്ന വിധത്തിൽ പറയുകയാണ്. അങ്ങനെയല്ല, അവരിന്ന് പൂർണ്ണമായി പത്തിമടക്കി കീഴടങ്ങിയ വിധത്തിലാണുള്ളത്. സ്വയം അങ്ങ് വിട്ടുകൊടുത്ത പോലെയാണുള്ളത്. എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള വിധത്തിലാണ്. ഞങ്ങൾക്കിനി ഒന്നും ഞങ്ങളുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല എന്ന വിധത്തില് മുഴുവനായിട്ടും തോറ്റു പത്തിമടക്കി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ഓരോരുത്തരും ഉള്ളത്. ഇതാണ് അവരെ കുറിച്ച് ഒന്നുകിൽ അള്ളാഹു നടത്തുന്ന വിവരണം, അല്ലെങ്കിൽ അവരെ നോക്കി നിൽക്കുന്ന ചിലര്, ഒരുപക്ഷെ മലക്കുകള്, അല്ലെങ്കിൽ സത്യവിശ്വാസികള്, അങ്ങനെ ആരായാലും ഇങ്ങനെ ഒരു പ്രസ്താവനയാണ് അവരെ കുറിച്ച് ഇവിടെ നടത്തപ്പെടുന്നത്. ബൽ ഹുമുൽ യൗം മുസ്തസ്ലിമൂൻ. അത് അവരുടെ അവസ്ഥ എന്താണ് എന്നത് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതാര് നടത്തി എന്നതിന്, ഈ പ്രസ്താവന, ഈ നിരീക്ഷണം ആര് നടത്തി എന്നത് വലിയ പ്രസക്തിയുള്ള കാര്യമൊന്നുമല്ല. അതിനേക്കാൾ ഏറെ ആ പ്രസ്താവനയുടെ ഉള്ളടക്കം എന്താണ് എന്നതാണ് പ്രസക്തമാവുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം അവരെ കുറിച്ച് ബൽഹും, ഈ കൂട്ടര്, ഈ ലാലിമുകള്, അവരുടെ അസ്വാജുകള്, അവര് ആരെയാണോ ഇബാദത്ത് ചെയ്തിരുന്നത് അവരൊക്കെയും തന്നെ അവരുടെ അവസ്ഥ എന്താണ്? മുസ്തസ്ലിമൂൻ എന്നതാണ്. സ്വമേധയാ സന്നദ്ധരായി അങ്ങ് കീഴ്പ്പെട്ട അവസ്ഥയിലുള്ളവർ എന്നതാണ് ആ പദം നൽകുന്ന സൂചന. സ്വയം ഏൽപ്പിച്ചു കൊടുത്ത പോലെ. ഒരു കാര്യത്തിലും അവര് തങ്ങളുടെ എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അതില് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന വല്ല കരുത്തും ശക്തിയും കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. പത്തിമടക്കി എല്ലാ നിലക്കും പൂർണ്ണമായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത പോലെയാണ് അവരുടെ പെരുമാറ്റം. ബൽ ഹുമുൽ യൗം മുസ്തസ്ലിമൂൻ. ഒരു വീറും വാശിയും, ഒരു പോരാട്ടത്തിന്, ഒരു അംഗത്തിനുള്ള ബാല്യം കാണിക്കാനുള്ള ഒരു ഞെളിയലോ ഒന്നും കാണാനില്ല. ഇവരൊക്കെ എങ്ങനെ ആയിരുന്നില്ലല്ലോ ഭൂമുഖത്ത് സമൂഹങ്ങളെ അതിഭീകരമായി വിറകൊള്ളിച്ച ആളുകളൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. ശത്രുപക്ഷത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ എതിർചേരിയിലുള്ള ആളുകളെയോ ഒക്കെ മുട്ടുകുത്തിക്കുന്ന വിധത്തിലും ഭയപ്പെടുത്തി വിരട്ടി നിർത്തുന്ന വിധത്തിലും ഒക്കെ അതിഭീകരമായി ആക്രോശിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ. അവരൊക്കെ എന്തേ ഇങ്ങനെ പത്തിമടക്കി യാതൊന്നും പറയാനില്ലാത്ത വിധത്തില് പരാജയം സമ്മതിച്ചുകൊണ്ട് കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന വിധത്തിലാണ് ഇവരുള്ളത്. എന്താണ് പറ്റിയത്? ഇതാണ് ചോദ്യം. മാലക്കും ലാ തനാസറൂൻ. നിങ്ങൾ എന്തേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു സഹായം ചെയ്യുന്നില്ലേ ഇന്ന്? ബൽ ഹുമുൽ യൗം മുസ്തസ്ലിമൂൻ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവരുടെ കാര്യം പൂർണ്ണമായിട്ട് അവര് സ്വയം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത പോലെയാണ്, സ്വയം സമർപ്പിച്ച് വിട്ടുകൊടുത്ത പോലെയാണുള്ളത്. വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതസാഅലൂൻ. തുടർന്ന് അവര് പരസ്പരം അഭിമുഖീകരിച്ചുകൊണ്ട് പല ചോദ്യങ്ങളിലും ഏർപ്പെടുകയാണ്. അഖ്ബല എന്ന് പറഞ്ഞ ഇഖ്ബാൽ ചെയ്യാന്ന് പറഞ്ഞ മുന്നിട്ട് വരിക എന്നാണ് അഖ്ബല. അപ്പൊ ഈ ഖിബല എന്നൊക്കെയുള്ള വാക്ക് ഇതിന്ന് വരുന്ന ഒരു പദമാണ്. അപ്പോ മുഖാബല അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ നമുക്ക് പരിചയമുള്ളതാണല്ലോ. അപ്പോ അഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ. അവര് പരസ്പരം, ഒരു കൂട്ടര് മറ്റൊരു കൂട്ടരുടെ നേരെ മുന്നിട്ട് വരികയാണ്. എങ്ങനെയാണ്? യതസാഅലൂൻ. ഓരോന്നും മിണ്ടി പറഞ്ഞുകൊണ്ട്, ഓരോന്നും ചോദിച്ചുകൊണ്ട്. അവർക്ക് പലതും അവരുടെ ആ ഗതികെട്ട അവസ്ഥയില് പലരോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കണക്ക് തീർക്കാനുണ്ട് എന്ന വിധത്തിലാണ് അവര് പരസ്പരം അഭിമുഖീകരിക്കുന്നത്. കാരണം അവര് സ്വയം കുറ്റമേൽക്കാനുള്ള സന്നദ്ധതയിലല്ല, മറിച്ച് തങ്ങൾ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം വേറെ ചിലർക്കാണ് എന്ന് വരുത്തുന്ന വിധത്തിൽ അവരെ അഭിമുഖീകരിച്ചുകൊണ്ട്, അവരുടെ നേരെ മുന്നിട്ട് വന്നുകൊണ്ട് അവര് ഒരു തർക്കത്തിലും കയർത്ത് സംസാരിക്കുന്നതിലൊക്കെ ആയിട്ടാണുള്ളത്. അവര് പരസ്പരം അങ്ങനെ യതസാഅലൂൻ,
ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. പരസ്പരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഖാലു, അവര് പറഞ്ഞ അവരില് ഈ അവരുടെ അനുയായികളായ ആളുകള് അവരുടെ ആചാര്യന്മാരോട്, അവരുടെ നേതാക്കന്മാരോട്, അല്ലെങ്കിൽ അവരെ വഴിപിഴപ്പിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന ആളുകളോടായിട്ട് അവരുന്നയിക്കുന്ന ചോദ്യം ഇന്ന് പത്തിമടക്കി എല്ലാ നിലക്കും തോൽവി സമ്മതിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഈ ആളുകൾ അവരെ ദുർമാർഗത്തിലേക്ക് നയിച്ച അവരുടെ ആചാര്യന്മാരോടായിട്ട് ചോദിക്കുന്ന കാര്യം ഇതാണ്: ഇന്നക്കും കുന്തും തഅ്തൂനന അനിൽ യമീൻ, നിങ്ങള് ഞങ്ങളെ വലതുവശത്തുനിന്ന് സമീപിക്കുന്നവരായിരുന്നല്ലോ. യമീനിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ എന്ന് പറഞ്ഞ നേർക്ക് നേരെ ഞങ്ങളെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അത് തീർപ്പാക്കി കളയാം എന്ന നിലക്ക് ഞങ്ങളുടെ നേതാക്കന്മാര് ചമഞ്ഞുകൊണ്ട് ഞങ്ങളെ പലവട്ടം സമീപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളായിരുന്നല്ലോ ഞങ്ങളുടെ ആചാര്യന്മാര്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മൊത്തം അങ്ങ് ഏറ്റെടുത്തിട്ട് നിർവഹിച്ചു കളയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിക്കാറുണ്ടായിരുന്നത് നിങ്ങളാണല്ലോ എന്നാണ് ഇവിടെ ഈ അനുയായികളായ ആളുകള് ഇപ്പൊ ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? ആചാര്യന്മാരായ അവരുടെ നേതാക്കന്മാരായ അവരെ ഈ വഴിയിലേക്ക് നയിച്ച ആളുകളോടായിട്ട് ചോദിക്കുന്ന ഇതാണ്: ഇന്നക്കും കുന്തും തഅ്തൂനന അനിൽ യമീൻ, നിങ്ങൾ ഞങ്ങളെ അടുക്കലേക്ക് വരാറുണ്ടായിരുന്നല്ലോ. അനിൽ യമീൻ എന്നാണ് തുറന്നു പറയുന്നത്. അനിൽ യമീൻ, യമീൻ എന്ന് പറഞ്ഞാൽ വലതുവശം എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് അർത്ഥങ്ങളുണ്ട്. യമീൻ എന്നുള്ളത് നിന്നാണ് ഐമാൻ പോലെയുള്ള പദം വരുന്നത്, ശപഥങ്ങൾ എന്നുള്ള ഒരു, അതുപോലെ കരുത്ത് ശക്തിയൊക്കെ കാണിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നവര്, നിശ്ചയദാർഢ്യത്തോട് ഉറപ്പ് നൽകിക്കൊണ്ട്, വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടൊക്കെ ഞങ്ങളോട് ഉറപ്പ് നൽകി സംസാരിച്ചിരുന്നവര് നിങ്ങളാണല്ലോ. അതുപോലെ ഞങ്ങളോട് ഹെഡ് ഓൺ ആയിട്ട് സംസാരിച്ചിരുന്ന, നേർക്ക് നേരെ മുഖാമുഖം വന്ന് ഞങ്ങളുടെ കാര്യത്തിലെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമുള്ള ആളുകളാണ് എന്ന നിലക്ക് ഞങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. നിങ്ങൾ അന്ന് വലിയ നേതാക്കന്മാര് ചമഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുക്കലൊക്കെ വരാറുണ്ടായിരുന്നത്. എന്തേ ഞങ്ങളെ ഈ പരുവത്തിലാക്കിയതിന് കാരണം? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതാണ് അനുയായികൾ ഈ ആചാര്യന്മാരോടും നേതാക്കന്മാരോടും ആ വേളയിൽ ചോദിക്കുന്നത്. അപ്പോ ഇന്നക്കും കുന്തും തഅ്തൂനന അനിൽ യമീൻ, നിങ്ങൾ ഞങ്ങളെ യമീനിൽ നിന്ന്, വലതു ഭാഗത്ത് നിന്ന് എന്നെ സമീപിക്കാറുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ ഞങ്ങളോട് ആണയിട്ട് ശപഥം ചെയ്ത് സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓരോന്നിലേക്ക് നയിക്കാറുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ മുന്നിൽ വലിയ കരുത്തും ശക്തിയും ഒക്കെ കാണിച്ചുകൊണ്ട്, ഞങ്ങളാണ് നിങ്ങളുടെ മേലുള്ള അധികാരികൾ, നിങ്ങളെ നിയന്ത്രിക്കേണ്ട ചുമതലയുള്ളത് ഞങ്ങൾക്കാണ്, ഞങ്ങൾ പറയുന്ന പോലെയാണ് നിങ്ങൾ നീങ്ങേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങള് ഞങ്ങളെ മേലടിച്ചേൽപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നവരായിരുന്നല്ലോ നിങ്ങള്. ഇതാണ് ഈ ആചാര്യന്മാരോട്, നേതാക്കന്മാരോട് അനുയായികൾ പറയുന്ന കാര്യം. അപ്പൊ ഖാലു, അപ്പൊ ഈ നേതാക്കന്മാര് നൽകുന്ന മറുപടി ഇതാണ്: ബൽ ലം തകൂനു മുഅ്മിനീൻ, അല്ല, അത് അങ്ങനെ ഞങ്ങൾ വന്ന് ഇടപെട്ടത് കൊണ്ടോ ഞങ്ങൾ പറഞ്ഞത് കൊണ്ടോ ഒന്നും അല്ല കാര്യം. ബൽ, അങ്ങനെയല്ല. ലം തകൂനു മുഅ്മിനീൻ, നിങ്ങള് സ്വന്തം നിലക്ക് തന്നെ വിശ്വാസികളൊന്നും ആയിരുന്നില്ലല്ലോ. നിങ്ങൾ വിശ്വാസമുള്ള ആളുകളായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരാൻ പറ്റിയത്. നിങ്ങള് വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളടുത്ത് വരാനും സംസാരിക്കാനും ഇടപെടാനും നിങ്ങളെ ഏതെങ്കിലും ദിശയിലേക്ക് നയിക്കാനും കഴിയുമായിരുന്നു. അങ്ങനെയല്ല, നിങ്ങളത് മുഴുവനായിട്ടും ഞങ്ങളെ തലയിൽ കെട്ടിവെക്കണ്ട. എങ്ങനെയാണ്? വസ്തുത ഇതാണ്: ബൽ ലം തകൂനു മുഅ്മിനീൻ, നിങ്ങൾ സ്വന്തം നിലക്ക് തന്നെ വിശ്വാസമുള്ളവരൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ അനുയായികളാകേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കയ്യിലെടുത്ത് ഞങ്ങൾ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായത്. ഇതാണ് ആചാര്യന്മാരുടെ മറുപടി. ബല്ലം തകൂനു മുഅ്മിനീൻ. അപ്പൊ ഈമാൻ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വയം തന്നെ ഒരു പ്രതിരോധം ഉണ്ടാകും.
ഈ യമീനിൽ നിന്നോ യസാറിൽ നിന്നോ ആരെങ്കിലും വന്ന് നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് കരുതിയിട്ട് അതിന്റെ മുന്നിൽ അങ്ങ് വീണു പോകുന്ന അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ വെച്ച് കീഴടങ്ങുന്നവരല്ലല്ലോ മുഅ്മിനുകളായാലും. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ സുരക്ഷിതരാവേണ്ട ആളുകളാണ്. സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് ആ വിശ്വാസം തന്നെ അവർക്കൊരു കവചം നൽകും. ആ വിശ്വാസം തന്നെ അവരുടെ പരിചയമാണ്. അവർക്കത് ഒരു സംരക്ഷണത്തിന്റെ ഒരു മറ സൃഷ്ടിക്കുക അവരുടെ ചുറ്റുപാടുമായിട്ട്. അതുകൊണ്ട് അവരുടെ വിശ്വാസപരമായി അവരെ നേരിടാൻ, അവരെ കൊന്നുകളയാനൊക്കെ പറ്റിയെന്ന് വരും. അവർക്ക് അംഗഭംഗം വരുത്താനൊക്കെ ശത്രുക്കൾക്ക് സാധിച്ചു എന്ന് വരും. പക്ഷെ ആ വിശ്വാസം കരുത്തുള്ള വിധത്തിൽ അവരിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവരെ തളർത്താനോ മാനസികമായിട്ട് ദ്രോഹിക്കാനോ പരാജയപ്പെടുത്താനോ ഒന്നും സാധിക്കില്ല. അവരെ കൊന്നുകളയുക എന്നുള്ളത് അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് ആരും മരിക്കും. അതങ്ങനെ തന്നെയാണ് മരിക്കുക, വേറെ ഒരു നിലക്കും മരിക്കില്ല. അതുകൊണ്ട് വിശ്വാസിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു നിലക്കും സാധ്യമല്ല. അള്ളാഹു നിശ്ചയിച്ച മരണം ചിലപ്പോ അവരുടെ കൈകളിലൂടെ ആയി എന്ന് വരും എന്നതല്ലാതെ അത് അള്ളാന്റെ നിശ്ചയമാണ്. അത് സ്വാഭാവികമായിട്ടും അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് അവരെ വിശ്വാസപരമായി ദുർബലരാക്കാനോ അവരുടെ വിശ്വാസത്തെ ഇളക്കമുള്ളതാക്കി മാറ്റാനോ ഒന്നും ഈ ആളുകൾക്ക്, ഈ നേതാക്കന്മാര് ചമഞ്ഞ് നടന്നിരുന്നവർക്കൊന്നും സാധിക്കില്ല. അത് നേതാക്കന്മാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അവര് ഈ ആളുകളെ അനുയായികളാക്കി കൂടെ കൂട്ടിയിരുന്നതും ഈ തെറ്റായ വഴിയിലേക്ക് നയിച്ചിരുന്നതും ഒക്കെ തന്നെ അത് സാധ്യമായത് ആ അനുയായികളായ ആളുകൾക്ക് വിശ്വാസപരമായ ദാർഢ്യത കൈവരിക്കാൻ അവർ ശ്രമം നടത്താത്തത് കൊണ്ടും അതിനുള്ള ഒരു എഫേർട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരുന്നത് കൊണ്ടൊക്കെയാണ്. അത് അവർക്ക് അറിയാം. അതാണ് അവർ പറയുന്നത്, ബല്ലം തകൂനു മുഅ്മിനീൻ, നിങ്ങളെ ഞങ്ങളുടെ അനുയായികളായിട്ട് ഞങ്ങൾ തെളിക്കുന്ന വഴിക്ക് വരുന്നവരായി നിങ്ങൾ മാറിയതിന്റെ കാരണം യഥാർത്ഥത്തില് നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ലേ? അതല്ലേ സത്യം. ഞങ്ങൾ നിങ്ങളെ സമീപിച്ചു എന്നത് ഒരു കാരണം മാത്രമേ ആവുന്നുള്ളൂ. അത് നിങ്ങളുടെ മേല് ഫലം ചെയ്തു എന്നത് നിങ്ങൾക്ക് ഈമാൻ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ്. ബല്ലം തകൂനു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസമുള്ളവരായിരുന്നേ ഇല്ല. ഇതാണ് അവർ പറയുന്നത്. വമാ കാന അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ ഞങ്ങൾക്ക് വല്ല അധികാരവും ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ പോലെയുള്ള മനുഷ്യരായിരുന്നു നിങ്ങളും. നിങ്ങളെ നിയന്ത്രിക്കാനോ കൈകാര്യം ചെയ്യാനോ നിങ്ങളെ നിർബന്ധിച്ച് ഏതെങ്കിലും ദിശയിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും ഒരു അധികാരവും ഒരു കരുത്തും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ശ്രമിച്ചു നോക്കുന്നു, നിങ്ങൾക്കും പറ്റുമായിരുന്നു അതുപോലെ ശ്രമിക്കാൻ എന്നേ ഉള്ളൂ. ബൽ വമാ കാന ലനാ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ ഞങ്ങൾക്ക് ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല, ഒരു കരുത്തും ഒരു സുൽത്താനും ഉണ്ടായിരുന്നില്ല. ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ, നിങ്ങള് സ്വയം തന്നെ ധിക്കാരികളായ ഒരു കൂട്ടരായിരുന്നു, ധിക്കാരികളായ ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങള് ഞങ്ങളുടെ കയ്യില് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലായത്. നിങ്ങൾ ഈമാന്റെ കരുത്ത് കാണിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ ദാർഢ്യത കൈവരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചങ്കുറപ്പ് കാണിച്ച് പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തി നിലകൊള്ളാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളെ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിങ്ങളെ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളതിന് ഒരേ ഒരു കാരണം നിങ്ങൾ വിശ്വാസമില്ലാത്തവരായിരുന്നു എന്നതും ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ, നിങ്ങൾ ധിക്കാരികളായി കഴിഞ്ഞിരുന്ന ഒരു ജനതയാണ് ആയിരുന്നു എന്നതിനാലുമാണ്. ധിക്കാരികളായ ജനത എന്ന് പറയുന്നത് അള്ളാഹുവിന് വിധേയപ്പെടാത്ത, ദൈവിക വ്യവസ്ഥക്കും ദൈവിക സംവിധാനങ്ങൾക്കും വിധേയപ്പെടാൻ കൂട്ടാക്കാത്ത ആളുകളാണ്. അതാണ് കുഫർ, അതാണ് സത്യനിഷേധത്തിന്റെ പ്രത്യക്ഷ ലക്ഷണം. നിങ്ങളിൽ വിശ്വാസത്തിന്റെ ലക്ഷണമല്ല ഉള്ളത്. വിശ്വാസത്തിന്റെ ലക്ഷണം എന്നത് പടച്ച തമ്പുരാന് വിധേയപ്പെട്ടുകൊണ്ട് വിനയമുള്ളവരായി ദൈവിക നിയമങ്ങൾ അംഗീകരിച്ച് പാലിച്ച് ജീവിക്കുന്ന ആളുകളാവുക എന്നുള്ളതാണ്. എന്നാൽ നിഷേധത്തിന്റെ ലക്ഷണം ദൈവിക വ്യവസ്ഥയെ, ധാർമ്മികതയെ, സദാചാര മൂല്യങ്ങളെ
ഒക്കെ ലംഘിച്ചുകൊണ്ട് തോന്നിയ വിധത്തിൽ ധിക്കാരികളായിട്ട് ജീവിക്കുന്ന സംഗതിയാണ് തുഗ്യാൻ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ സ്വയം തന്നെ, ഞങ്ങളൊന്നും ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും, ഞങ്ങളൊന്നും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ത്വാഗീനായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. നിങ്ങൾ തുഗ്യാൻ കാണിക്കുന്ന ആളുകളായിരുന്നു, ധിക്കാരം കാണിക്കുന്ന ആളുകളായിരുന്നു. അള്ളാഹുവിന് വിധേയപ്പെടുന്ന നല്ല മനുഷ്യരായിരുന്നില്ല നിങ്ങൾ. ഫഹഖ അലൈന ഖൗലു റബ്ബിന. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫഹഖ അലൈന, നമ്മുടെ മേലിതാ സത്യമായി യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു. ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിന്റെ വിധി, അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബിന്റെ ഞങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവന. അതെന്താണ്? ഇന്നാ ലദാഇഖൂൻ, നമ്മളൊക്കെയും തന്നെ അനുഭവിക്കാനുള്ളവരാണ്, ആസ്വദിക്കാനുള്ളവരാണ് എന്ന്. ദൈവിക ശിക്ഷ അവർ ആസ്വദിക്കേണ്ടി വരും എന്ന പടച്ച തമ്പുരാന്റെ ഖൗല് നമ്മുടെ മേൽ അക്ഷരം പ്രതി പുലർന്നിരിക്കുകയാണ്. ഇനിയിപ്പൊന്നും പറയാനില്ല. നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടത് നിങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു, ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടത് ഞങ്ങളും വാങ്ങിയിരിക്കുന്നു. അതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല എന്നതാണ് അവര് സൂചിപ്പിക്കുന്ന കാര്യം. ഫഹഖ അലൈന, നമ്മുടെ മേൽ സത്യമായി യാഥാർത്ഥ്യമായി സംഭവിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഖൗലു റബ്ബിന, ഞങ്ങളുടെ റബ്ബിന്റെ പ്രസ്താവന, ഞങ്ങളുടെ റബ്ബിന്റെ തീർപ്പ്. എന്ത് തീർപ്പാണത്? നമ്മൾ ഏത് വിധത്തിലുള്ള ആഖിബത്ത് ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് എന്ന് റബ്ബ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അക്കാര്യം ഇതാ ഞങ്ങളുടെ മേൽ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അറം പറ്റിയിരിക്കുന്നു എന്നൊക്കെ മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, വേണമെങ്കിൽ അതൊക്കെ പറയാം. അപ്പൊ ആ വിധത്തിലാണ് അവർ തിരിച്ചറിയുന്നത്. പടച്ച തമ്പുരാൻ നമ്മളെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് യാഥാർത്ഥ്യമായി സത്യമായി ഇതാ സംഭവിച്ചിരിക്കുന്നു. എന്താണത്? ഇന്നാലദാഇഖൂൻ, ഇതാണ് നിശ്ചയമായിട്ടും നമ്മളൊക്കെയും അനുഭവിച്ചറിയും, രുചിക്കേണ്ടി വരും എന്നതാണത്. ഇത് രണ്ടു നിലക്ക് വായിക്കാം. അള്ളാഹുവിന്റെ ഖൗല് സത്യമായി പുലർന്നത് കൊണ്ട് നമ്മളിതാ ഇന്ന് ഈ ദുർവിധി, ഈ ശിക്ഷ ആസ്വദിക്കുന്നവരായിരിക്കുന്നു എന്ന വിധത്തിൽ വായിക്കാം. അതല്ലെങ്കിൽ നമ്മള് അള്ളാഹുവിന്റെ ഈ ശിക്ഷ ആസ്വദിക്കുന്നവരാകും എന്ന നമ്മളെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ ആ പ്രസ്താവന, അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള ആ പ്രവചനം, അത് സത്യമായി പുലർന്നിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിവോടുകൂടി പറയുന്ന വിധത്തിലും ആകാം. ഒന്നുകിൽ അള്ളാഹുവിന്റെ പ്രസ്താവനയെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാവാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ തീർപ്പ്, അള്ളാഹുവിന്റെ ആ പ്രവചനം, നമ്മളെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ ആ ശിക്ഷാവിധി, അത് അക്ഷരം പ്രതി പുലർന്നിരിക്കുന്നു, ഇനി നമുക്ക് ആ ശിക്ഷ ആസ്വദിക്കുകയേ നിർവാഹമുള്ളൂ എന്ന് ഇവർ പറയുന്ന വിധത്തിലും ആകാം. രണ്ടു വിധത്തിലും ഈ വാചകങ്ങളുടെ ഘടന ഈ രണ്ട് വ്യത്യസ്ത വായനകൾക്ക് സൗകര്യമുള്ള വിധത്തിലാണ്. അപ്പൊ ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നമ്മുടെ കാര്യത്തിലുള്ള തീർപ്പ്, അള്ളാഹുവിന്റെ ആ ശിക്ഷാവിധി, അത് അതേപടി പുലർന്നിരിക്കുകയാണ്, ഇനി നമുക്കത് ആസ്വദിക്കുകയല്ലാത്ത വേറെ വഴിയൊന്നുമില്ല എന്ന് ഇവർ തിരിച്ചറിഞ്ഞു പറയുന്നു. അല്ലെങ്കിൽ നമ്മളൊക്കെയും ആസ്വദിക്കേണ്ടി വരും, അള്ളാഹുവിന്റെ ഈ നടപടി, ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന അള്ളാഹുവിന്റെ പ്രസ്താവന നമ്മുടെ കാര്യത്തില് സത്യമായി പുലർന്നിരിക്കുന്നു എന്ന വിധത്തിലും ഇത് വായിക്കാം. രണ്ടും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതിന്റെ ഫലത്തില്. അതിന്റെ ആ കൺസ്ട്രക്ഷൻ നൽകുന്ന സാധ്യത, ഈ വാചക ഘടന നൽകുന്ന രണ്ട് വായനാ സാധ്യതകൾ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തി അല്ലെങ്കിൽ വ്യക്തമാക്കി എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഫഅഗ്വൈനാക്കും, അപ്പോ ശരിയാണ്, നിങ്ങളെ വഴിപഴപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്, നിങ്ങളെ വഴിപഴപ്പിച്ചതിൽ ഞങ്ങൾക്ക് പങ്കുണ്ട്. പക്ഷെ അത് വെറുതെ അല്ല, നിങ്ങൾ വഴിപഴക്കാൻ റെഡിയായി നിന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ വഴിപഴക്കുമായിരുന്നില്ല. നിങ്ങൾ ഈമാന്റെ കരുത്ത് കാണിച്ചിരുന്നെങ്കിൽ, നിങ്ങളിൽ സത്യവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങൾ വന്ന് പ്രേരിപ്പിച്ചു എന്നതിന്റെ പേരിൽ വഴിപഴച്ചവർ ആകുമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ നേരത്തെ തയ്യാറായി നിൽക്കുകയാണ്.
അതുകൊണ്ട് ഫഅഗ്വൈനാക്കും, ഞങ്ങൾ നിങ്ങളെ വഴിപിഴപ്പിക്കുകയുണ്ടായി. ഇന്നാ കുന്നാ ഗാവീൻ, തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ പിഴച്ചവരായിരുന്നു. നിങ്ങളെയും കൂടി ഞങ്ങളുടെ കൂടാണ്ട് കൂട്ടി നിങ്ങളെയും പിഴപ്പിച്ചു. ഇത് ഞങ്ങൾ ചെയ്തു. അത് ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെ വലിയ നേട്ടമായിട്ട് പറയുന്നൊന്നുമില്ല. കാരണം നിങ്ങൾ ഒരു പ്രതിരോധം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഒരു കവചം അണിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളെ പിഴപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഞങ്ങളത് ചെയ്തത് നിങ്ങൾ സ്വയം തന്നെ വിശ്വാസമില്ലാത്തവരും അതിക്രമികളും ആയിട്ട് കഴിഞ്ഞിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ താഹൂനായിരുന്നു ഒന്നാമതായിട്ട്, അതുപോലെ നിങ്ങൾ മുഅ്മിനുകൾ ആയിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ കാരണമായിട്ടാണ് ഞങ്ങൾക്ക് യമീനിലൂടെയോ യസാറിലൂടെയോ മുന്നിലൂടെയോ പിന്നിലൂടെയോ വശങ്ങളിലൂടെയോ ഒക്കെ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞ് പ്രേരിപ്പിച്ച് കരുത്ത് ഉപയോഗിച്ച് കണ്ണുരുട്ടി കാണിച്ച് ഒക്കെ നിങ്ങളെ പിഴപ്പിക്കാൻ സാധിച്ചത് നിങ്ങൾ നേരത്തെ തന്നെ ഈ ദൗർബല്യം പേർന്നവരായതുകൊണ്ടാണ്. നിങ്ങൾ ഈമാനില്ലാത്തവരും അതുപോലെ ധിക്കാരം പ്രവർത്തിക്കുന്നവരും ആയിരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളെ മേൽ സ്വാധീനം നേടാൻ സാധിച്ചത് എന്നതാണ് ഇവിടെ ഈ ആളുകൾ ആ ഘട്ടത്തില് ഈ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അനുയായികളോട് നേതാക്കന്മാര് പറയുന്ന മറുപടി. ഇതാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിവിടെ അവസാനിച്ചിട്ടില്ല. ഈ ഭാഷണത്തിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.